വെൽക്കം ടു ഷാൻസ് ക്യുസീൻ. ഇന്ന് അമരത്തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാം, കൂടുതൽ റെസിപ്പീസ് പഠിക്കാം. ഇത് സാധാരണ അമരയല്ല, വാളാമരയാണ്. സാധാരണ അമരയേക്കാൾ കുറച്ചും കൂടി നീളവും വണ്ണവും ഉണ്ടാവും ഇത്. അപ്പോൾ ഇത് ചെറുതാക്കി കട്ട് ചെയ്തതാണിത്. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് കുറച്ച് തേങ്ങ ചിരവിയത്, ഒരു പച്ചമുളക്, പിന്നെ 2-3 ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് വലിയ ഉള്ളി. പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്. ഇത്രയാണ് ആവശ്യമായിട്ടുള്ളത്. ആദ്യം ഒരു പാൻ എടുത്ത് ചൂടാക്കാം. ചൂടായതിന് ശേഷം കുറച്ച് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാം. ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം നന്നായിട്ട്. സവാള പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സാൾട്ട് ആഡ് ചെയ്യാം. ഇനി അമര ഇട്ട് കൊടുക്കാം. ചെറുതാക്കി കഷ്ണിച്ച അമര ഇട്ട് കൊടുക്കാം. ഇനി മഞ്ഞൾപ്പൊടി, ഒരു 1-2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ശേഷം അടച്ചു വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഒരു മിക്സി ജാറിൽ നമ്മൾ എടുത്തു വെച്ച ചെറിയ ഉള്ളി, പച്ചമുളക്, പിന്നെ തേങ്ങ ചിരവിയത് ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. അധികം വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. അപ്പോൾ ഇത് റെഡി കഴിഞ്ഞു. അപ്പോൾ അതിനിടയ്ക്ക് നമ്മളുടെ അമര ഒന്ന് ശ്രദ്ധിക്കുക. അധികം തീ വേണ്ട, സിമ്മിലാണ്. സിമ്മിലിട്ട് അടച്ചു വെക്കണം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ച തേങ്ങാക്കൂട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ അമര ഓൾമോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. ആ കളർ ചേഞ്ച് കണ്ടാൽ അറിയാം അമര വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പം മറ്റൊരു പാനിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതൊന്ന് ചൂടായതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും. ഇനി ഇത് തോരനിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാണ് വാളാമര തോരൻ അല്ലെങ്കിൽ വാളാമര ഉപ്പേരി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ വിഭവമാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
താങ്ക് യു.